കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധമിരമ്പുന്നു. ആരോപണ വിധേയനായ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള അധ്യാപകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ വൈറ്റ് കോട്ട് ഉപേക്ഷിച്ച് പ്രതിഷേധിച്ചു. ആരോപണ വിധേയരായ അധ്യാപകരെ പുറത്താക്കും വരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു. ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചും കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. അഞ്ചരക്കണ്ടി കോളേജ് SFI യൂണിറ്റ് സ്ഥാപിച്ചു. സഹപാഠിയുടെ മരണത്തിന്റെ വിങ്ങലുമായി ക്യാമ്പസ് വിട്ടുപോയവർ ഇന്ന് തിരിച്ചെത്തിയത് നീതിക്കായുള്ള പോരാട്ടത്തിന്റെ കരുത്തുമായാണ്. അഞ്ചരക്കണ്ടി ഇന്റഗ്രേറ്റഡ് ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഒന്നടങ്കം സമരമുഖത്താണ്. ഡോക്ടർമാരുടെ അഭിമാനമായ വൈറ്റ് കോട്ട് ഊരിമാറ്റിയായിരുന്നു ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. സീനിയേഴ്സ് ഇപ്പോൾ അവരായിട്ട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. അത് നമുക്ക് വേണമല്ലോ, നമുക്ക് ഇനി മുന്നോട്ട് ഇവിടെ പഠിച്ചു പോകേണ്ടതല്ലേ. ഞങ്ങൾക്കിപ്പോൾ രണ്ടാവശ്യമാണ് വേണ്ടത്. ഒന്ന്, നിതിരാജിന് നീതി വേണം, അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റം ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടണം. രണ്ടാമത് വേണ്ടത് ഞങ്ങൾ തുടർ പഠനം ഇവിടെ സുരക്ഷിതമായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഈ പ്രശ്നം നടന്നെന്ന് രാത്രി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂറോളം സംസാരിച്ച്. അപ്പോൾ ഇവൻ പറഞ്ഞത് സർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി സ്റ്റാഫ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനിടെ ആരോപണ വിധേയനായ ഡോക്ടർ റാമിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കളും രംഗത്ത് വന്നു. സ്വന്തം മകളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചുവെന്നും സഹപ്രവർത്തകരെ അധിക്ഷേപിക്കാൻ വിദ്യാർത്ഥികളെ നിർബന്ധിച്ചുവെന്നും രക്ഷിതാക്കൾ ആരോപിക്കുന്നു. നമ്മൾ പറയാൻ പാടില്ല, സ്വന്തം രക്ഷിതാവിൻ്റെ മുന്നിൽ വേസ്റ്റ് എന്ന് പറയുന്ന മോളെ അല്ലെങ്കിൽ ഡോഗി, ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചു. നമ്മളവിടുന്ന് സംസാരിച്ച കാര്യം റാമാണ് ബാക്കിയുള്ളവർ കേട്ട് നിൽക്കുകയാണ്. അത് അവരെ നിവൃത്തികേടായിരിക്കും, നമുക്കറിയില്ല. ബാക്കിയുള്ള അധ്യാപകരൊന്നും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങളായിട്ട് തുടരുന്നൊരു ഭാഗമായിരിക്കും. അപ്പോൾ റാമിൻ്റെ ഭാഗത്തുനിന്ന് അത്രയും മോശമായ വാക്കുകൾ അടിക്കാൻ കഴിയുമെന്ന്, സ്വന്തം മോളെ അടിക്കാൻ കഴിയുമോ? പുറത്തുനിന്നാണ് നമ്മൾ വിടില്ല. ഇത് നമ്മൾ ഇവളിവിടെ പഠിക്കേണ്ടതാണ്. നോക്കി കഴിയുമോ? ക്യാമ്പസിന് പുറത്തും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. എടക്കാട് ടൗണിലെ ഡോക്ടർ റാമിന്റെ ഡെന്റൽ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ച് അക്രമാസക്തമായി. പോലീസിനെ മറികടന്ന് ക്ലിനിക്കിന് മുകളിൽ കയറിയ പ്രവർത്തകർ ബോർഡുകൾ തല്ലിത്തകർത്തു. ജാതിവെറിയൻ റാമിനെ ശിക്ഷിക്കുക എന്ന പ്ലക്കാർഡുകളും ഉയർത്തിയായിരുന്നു പ്രതിഷേധം. അറസ്റ്റ് വൈകുന്നതിനെതിരെ യൂത്ത് ലീഗ് കണ്ണൂർ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്കു നേരെ പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച SFI വർഷങ്ങൾക്കു ശേഷം അഞ്ചരക്കണ്ടി ക്യാമ്പസിൽ യൂണിറ്റ് രൂപീകരിച്ച് പതാക ഉയർത്തി. റാമിനും കോളേജിലെ അധ്യാപകർക്കുമെതിരെ നിരവധി പരാതികളാണ് ഉയരുന്നത്. പ്രത്യേക മെയിൽ ID ഉപയോഗിച്ചാണ് സർവകലാശാല പരാതികൾ സ്വീകരിക്കുന്നത്. ഇതുവരെ ലഭിച്ച 150-ലേറെ പരാതികൾ ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണ സംഘത്തിനും പോലീസിനും കൈമാറി. ന്യൂസ് മലയാളം, കണ്ണൂർ.